പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 11 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും എത്ര വാക്യങ്ങളുമുണ്ട്? ഓപ്ഷൻസ്: എ 6:56, ബി 5:50, സി 5:57. ഉത്തരം സി 5:57. 5 ശീർഷകങ്ങളും 57 വാക്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ ചോദ്യം: ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വാക്യം എഴുതുക. ഓപ്ഷൻസ്: എ യോഹന്നാൻ 11:15, ബി യോഹന്നാൻ 11:25, സി യോഹന്നാൻ 11:23. ഉത്തരം ബി യോഹന്നാൻ 11:25. മൂന്നാമത്തെ ചോദ്യം: യോഹന്നാൻ 11 അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്താണ്? ഓപ്ഷൻസ്: എ ലാസറിനെ ഉയർപ്പിക്കുന്നു, ബി യേശു പുനരുത്ഥാനവും ജീവനും, സി യേശു കരയുന്നു. ഉത്തരം എ ലാസറിനെ ഉയർപ്പിക്കുന്നു. നാലാമത്തെ ചോദ്യം: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ യേശു മർത്തായോട്, ബി യേശു മറിയത്തോട്, സി യേശു ശിഷ്യന്മാരോട്. ഉത്തരം എ യേശു മർത്തായോട്. അഞ്ചാമത്തെ ചോദ്യം: അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഡാഷ് ദിവസം കൂടി ചെലവഴിച്ചു. ഓപ്ഷൻസ്: എ 5, ബി 3, സി 2. ഉത്തരം സി 2. ആറാമത്തെ ചോദ്യം: അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഓപ്ഷൻസ്: എ യഹൂദർ, ബി അവരിൽ ചിലർ, സി ശിഷ്യന്മാർ. ഉത്തരം ബി അവരിൽ ചിലർ. ഏഴാമത്തെ ചോദ്യം: ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ്: എ യൂദയായിലേക്ക്, ബി ബഥാനിയയിലേക്ക്, സി ജെറുസലേമിലേക്ക്. ഉത്തരം സി ജെറുസലേമിലേക്ക്. അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് ആരാണ് കൽപ്പന കൊടുത്തിരുന്നത്? ഓപ്ഷൻസ്: എ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, സി യഹൂദരും ഫരിസേയരും. ഉത്തരം എ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ഒൻപതാമത്തെ ചോദ്യം: ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ പീലിപ്പോസ്, ബി കയ്യാഫാസ്, സി യഹൂദർ. ഉത്തരം ബി കയ്യാഫാസ്. പത്താമത്തെ ചോദ്യം: ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള ഏത് പട്ടണത്തിലാണ് ശിഷ്യന്മാരോടൊത്ത് വസിച്ചത്? ഓപ്ഷൻസ്: എ ബഥാനിയ, ബി ജെറുസലേം, സി എഫ്രായിം. ഉത്തരം സി എഫ്രായിം. ഡാഷ് അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. ഓപ്ഷൻസ്: എ യേശുവിൻ്റെ, ബി മറിയത്തിൻ്റെ, സി മർത്തായുടെ. ഉത്തരം ബി മറിയത്തിൻ്റെ. 12ാമത്തെ ചോദ്യം: യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ ഡാഷ് പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് ഡാഷ് ദിവസമാണ്. ഓപ്ഷൻസ്: എ മർത്ത 5, ബി മറിയം 5, സി മർത്ത 4-ാം ദിവസം, ഡി മറിയം 4-ാം ദിവസം. ഉത്തരം സി മർത്ത 4-ാം ദിവസം. 13ാമത്തെ ചോദ്യം: ബഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം ഡാഷ് ദൂരത്തായിരുന്നു. ഉത്തരം എ 25 സ്താദിയോൺ, ബി 15 സ്താദിയോൺ, സി 14 സ്താദിയോൺ. ഉത്തരം ബി 15 സ്താദിയോൺ. 14ാമത്തെ ചോദ്യം: മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന ആരാണ് അവളെ അനുഗമിച്ചത്? ഓപ്ഷൻസ്: എ അയൽക്കാർ,
ബി ബന്ധുക്കൾ, സി യഹൂദർ. ഉത്തരം സി യഹൂദർ. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. യേശു ആരോടാണിത് പറഞ്ഞത്? ഓപ്ഷൻസ് എ യഹൂദരോട്, ബി അയൽക്കാരോട്, സി ശിഷ്യന്മാരോട്. ഉത്തരം സി ശിഷ്യന്മാരോട്. 16-ാമത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ ഡാഷ്. ഓപ്ഷൻസ് എ വിലപിക്കുന്നു, ബി ദുഃഖിക്കുന്നു, സി സന്തോഷിക്കുന്നു. ഉത്തരം സി സന്തോഷിക്കുന്നു. 17-ാമത്തെ ചോദ്യം, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ് എ യേശു യഹൂദരോട്, ബി യേശു മർത്തായോട്, സി യേശു മറിയത്തോട്. ഉത്തരം ബി യേശു മർത്തായോട്. 18-ാമത്തെ ചോദ്യം, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാക്യം എഴുതുക. ഓപ്ഷൻസ് എ യോഹന്നാൻ 11:17, ബി യോഹന്നാൻ 11:27, സി യോഹന്നാൻ 11:37. ഉത്തരം ബി യോഹന്നാൻ 11:27. 19-ാമത്തെ ചോദ്യം, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്യം ആര് പറഞ്ഞതാണ്? ഓപ്ഷൻസ് എ തോമസ് എന്ന ദീദിമോസ്, ബി മറിയം, സി മർത്ത. ഉത്തരം സി മർത്ത. 20-ാമത്തെ ചോദ്യം, യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വാക്യം എഴുതുക. ഓപ്ഷൻസ് എ യോഹന്നാൻ 11:41, ബി യോഹന്നാൻ 11:40, സി യോഹന്നാൻ 11:42. ഉത്തരം എ യോഹന്നാൻ 11:41. 21-ാമത്തെ ചോദ്യം, അവളും അവളോട് കൂടെ വന്ന ഡാഷ് കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടു. ഓപ്ഷൻസ് എ ശിഷ്യന്മാരും, ബി ബന്ധുക്കളും, സി യഹൂദരും. ഉത്തരം സി യഹൂദരും. 22-ാമത്തെ ചോദ്യം, യേശു പുനരുത്ഥാനവും ജീവനും എന്ന ശീർഷകത്തിൻ്റെ കീഴിലുള്ള വാക്യം ഏത്? ഓപ്ഷൻസ് എ യോഹന്നാൻ 11:28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, ബി യോഹന്നാൻ 11:38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, സി യോഹന്നാൻ 11:17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം സി യോഹന്നാൻ 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 23-ാമത്തെ ചോദ്യം, 11-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? എ യേശുവിനെ വധിക്കാൻ ആലോചന, ബി പുനരുത്ഥാനവും ജീവനും, സി യേശു കരയുന്നു. ഉത്തരം സി യേശു കരയുന്നു. 24-ാമത്തെ ചോദ്യം, കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ഡാഷ് അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. ഓപ്ഷൻസ് എ ആ സഹോദരിമാർ, ബി ആ ശിഷ്യന്മാർ, സി ആ യഹൂദർ. ഉത്തരം എ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ ഡാഷ് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. പൂരിപ്പിക്കുക. ഓപ്ഷൻസ് എ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട്, ബി കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട്, സി കാൽക്കൽ വീണു. ഉത്തരം സി കാൽക്കൽ വീണു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു. ഓക്കെ, എല്ലാവരും നന്നായി ഒരുങ്ങുക, നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്.